എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. 2026 ആദ്യത്തെ തിയേറ്റർ വാച്ചായിട്ട് ചത്തമച്ച കാണണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അത് ഇന്ന് സാധിച്ചു. ശരിക്കും പറഞ്ഞ ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് ടീസർ മുതൽ ട്രെയിലർ വരെ തന്നിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഒരു കോസ്റ്റ്യൂം ഗുസ്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അത്രത്തോളം ഹൈ ആയിരുന്നു. ആൻഡ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഐഡിയനെ അവർ നല്ല പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ആയാലും ആ ഒരു സെറ്റപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആംബിയൻസ് ഒക്കെ അവർ നല്ല പോലെ, ആ പ്രൊഡക്ഷൻ ഡിസൈൻ ടീം നല്ല പോലെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ബട്ട് പടത്തിലേക്ക് വന്നാൽ ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. പടത്തിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അവർ കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റോറി ബിൽഡപ്പ് ഒക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അതിൽ ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് അവർ സെലക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യണോ, ആൻഡ് അത് റെഡി ആക്കണോ, ആൻഡ് അതുവരെയുള്ള ആ ഒരു വേൾഡ് ബിൽഡിങ്ങും ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അവർ കൊണ്ടുപോയി. ബട്ട് പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നോട് കൂടിയിട്ട് കയ്യിൽ നിന്നും പോയൊരവസ്ഥയായിരുന്നു. എൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. കാരണം അതുവരെ അവരുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പോലെ ഒരു സംഭവം കാണിച്ചതും അത്രത്തോളം വലിയൊരു ദഹിക്കാത്ത രീതിയിലായിരുന്നു അവരിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്നുള്ള രീതിയിൽ ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായിട്ടാണ് പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോൾ ശരിക്കും തോന്നിയത്. ഈ പടത്തിന് ഒരു നട്ടല്ലായിട്ടുണ്ടായിരുന്നത് ആ ഒരു കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള ഒരു കൺസെപ്റ്റും അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്ന മൊത്തം ക്യാരക്ടേഴ്സ് എടുക്കുന്ന ഒരു എഫേർട്ടും ആയിരുന്നു. ആൻഡ് അത് എല്ലാം ഓക്കെ ആക്കി നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന രീതിയിൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് കയറിപ്പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പോക്കായിരുന്നു. പടത്തിന്റെ ആകെ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ അർജുൻ അശോകൻ, റോഷൻ, അതുപോലെ തന്നെ വിശാഖ് നായർ, ഇവരുടെ 3 പേരുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഫൈറ്റ് കൊറിയോഗ്രഫി, കലൈ കിങ്സന്റെ ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ഈ സിനിമയുടെ ജോണർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതത് സീനുകൾക്ക് വേണ്ട രീതിയിലുള്ള ഫൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കളേഴ്സ് ആയാലും ശരി, ചില സീനുകളിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ്നിങ് ഒക്കെ നൈസായിട്ട് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഒരു WWE ഫീല് തരുന്ന രീതിയിലാണ് ഈ സിനിമയുടെ പല സീനുകളും ഓർമ്മ വന്നത്. കാരണം നമ്മളുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു TV പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കാണാറുള്ളത്. ആൻഡ് അതുപോലെ തന്നെ അന്ന് നമുക്ക് മാർബിൾസ് എന്ന് പറയുന്ന ചോക്ലേറ്റിന്റെ കൂടെ, ആ ഒരു മിഠായിയുടെ കൂടെ നമുക്ക് കിട്ടിയിരുന്ന സ്റ്റിക്കേഴ്സും ട്രംപ് കാർഡ്സും ഒക്കെ, അത് അതിലത്തെ പല ക്യാരക്ടേഴ്സും നമ്മളിൽ പലരുടെയും ഫേവററ്റ് ആയിരിക്കും. കെയിൻ, ഹൾക്ക് ഹോഗൻ, അണ്ടർടേക്കർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്. ആൻഡ് ആ ഒരു മെമ്മറീസ് ഒക്കെ വെച്ചുകൊണ്ട് ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു ഐഡിയ നല്ല പോലെ തന്നെ വർക്കൗട്ടായി. ബട്ട് അതിന്റെ ഇടയിലുള്ള ഒരു സൈഡ് സ്റ്റോറീസും, അല്ലെങ്കിൽ പിന്നീട് ഈ പടം എങ്ങനെ കൊണ്ടെത്തിക്കണമെന്നറിയാത്ത പോലുള്ള ആ ഒരു പോക്കും, ഒരു കാര്യം ഉണ്ടായിരുന്നില്ലാത്തൊരു ക്യാമിയോ റോളും ഒക്കെ തന്നെ ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഫീല് നശിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഓവറോൾ ആ ഒരു ഐഡിയക്ക് തന്നെ നമുക്ക് കയ്യടി കൊടുക്കാം. അതിനു വേണ്ടി അവർ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ആയാലും ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു സ്വാഗും, അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ, മുജീബ് മജീദ് ആയിരുന്നു ഇതിന്റെ സ്കോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു വൈബ് പലയിടത്തും നിലനിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് അതർവൈസ് ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ കാര്യമായിട്ട് ഓഫർ ചെയ്യാനില്ലാത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് തന്നെ മാറി. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അതിന് മുമ്പായിട്ട് ഒരുപാട് നാളുകളായിട്ട്, ഏകദേശം ഒരു മാസത്തോളമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ചില ഒഫീഷ്യൽ കാര്യങ്ങൾ കൊണ്ട് ലോട്ടത്തിനിടയ്ക്ക് പല മൂവീസും മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ അടുത്ത് പുതിയ മൂവീസിന്റെ വിശേഷങ്ങളായിട്ടും സീരീസിന്റെ വിശേഷങ്ങളായിട്ടും പുതിയ ടോപ്പിക്സ് ആയിട്ടും ഉടൻ തന്നെ എത്തുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക.